ഹലോ, വെൽക്കം ബാക്ക് ടു ഇത്രി വ്ളോഗ്. അപ്പോൾ ഞാനത് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഫ്ലവേഴ്സാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇതാ നമ്മളൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതാ നമ്മൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു A4 ഷീറ്റ് നമ്മൾ പകുതിയാക്കിയിട്ടുണ്ട്. പകുതിയാക്കി ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഈ ഒരു നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട്. ഈ മടക്കിയത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മടക്കിയ ഭാഗം ഒന്ന് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കാം. ആൻഡ് നമുക്കിതാ ഒരു പെന്ന് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നേരെ ഒന്നും ആവണമെന്നില്ല, ഇതിന് ഒരു വാസ്തവത്തിലായാൽ മതി. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടതാ. നമുക്ക് ഒരു A4 ഷീറ്റിൽ 4 ഫ്ലവേഴ്സൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് സൂം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കുറേ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ യെല്ലോ കളറിലാണ് ചെയ്തത്. നമ്മളൊരു കളർ പേപ്പർ വെച്ചിട്ടാണ് ഈ 4 നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് നമ്മൾ ഈ ഓരോന്ന് ഇതിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നോണം ഒന്നാക്കി കൊടുക്കാവേ. ആൻഡ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഗമ്മ് ഒട്ടിക്കുക. ഇത് ഗമ്മ് നല്ലോണം ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ആ എൻഡും ഈ എൻഡൂടെയും ഒന്ന് ഇതാക്കിയിട്ട് ഗം അയച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ 4 ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട സ്റ്റിക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട സ്റ്റിക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു A4 പേപ്പറോ അല്ലെങ്കിൽ കളർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ ഞാനിത് മുറിച്ച് വെച്ചതാണ്. അപ്പോൾ ഒരു ഫുൾ A4 ഷീറ്റ്, അതായത് ഞാൻ കാണിച്ചു തരാം. ഒരു ഫുൾ A4 ഷീറ്റ് ഒരു ഫുൾ A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ഭാഗം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അവിടെ നിന്നും ഇങ്ങനെ ഒന്ന് പകുതിയാക്കിയിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു A4 ഷീറ്റിൽ തന്നെ 4 കോലും കിട്ടും. അപ്പം നമ്മൾ ഈ സ്റ്റിക്കൊന്ന് ചുരുട്ടി കൊടുക്കാവേ. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ചുരുട്ടി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോല് യൂസ് ചെയ്യാം. എന്തെങ്കിലും സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗമ്മ് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ നമുക്കിത് ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കുന്ന ഒന്നുകൂടെ നല്ലോണം കാണിച്ചു തരാം. ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറ്. എന്നിതാ നമ്മളിതാ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒന്നുകൂടി നടക്കുക, കട്ട് ചെയ്യുക. ഇതാ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യുക. അത് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലായില്ല വിചാരിച്ചിട്ടാണ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നത്. ഇത് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കും. ഈസി ആയിട്ട് നമ്മൾ സ്റ്റിക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ 4 സ്റ്റിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മൾ ചെയ്യേണ്ടത്, ഇതാ ഈ ഒരു ഭാഗത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത് നമ്മൾ കുറച്ച് പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റിക്ക് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ പശ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് 2-3 മിനിറ്റ് ഒന്ന് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ 3-4 മിനിറ്റ് വെച്ചിട്ടുണ്ട്. എന്തോന്നതാ നമുക്കിതാ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച് റോൾ ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. നമുക്ക് ഈ ഒരു രണ്ട് ഭാഗത്ത് പശ വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്ലവർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഇതെടുക്കുക, ഇതിൻ്റെ ഈ ഒരു സൈഡിൽ പശ വയ്ക്കുക. ഓക്കെ, പശ വെച്ചു. ഇതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. ആൻഡ് ഇതാ ഇങ്ങനെ സിമ്പിളായിട്ട് റോൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈസി ഫ്ലവർ. അപ്പം നമുക്ക് ബാക്കിയും ഇതുപോലെ തന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാ നമുക്ക് ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഫ്ലവറിൻ്റെ ലുക്ക്. അപ്പോൾ ഫ്ലവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.